ഈ ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. തെഹ്റാനിൽ വെച്ച് ആരോ ഒരാൾ അയാളെ കൊന്നു. ഈ സംഭവം നടന്ന് അവസാനിച്ചപ്പോൾ ഇസ്രായേലിലുണ്ടായ പ്രശ്നമായാലും അല്ലെങ്കിൽ ലോകം മുഴുവനും ജിയോ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പുതുതായി വരാൻ തുടങ്ങി. ഇതുവരെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യഘട്ട അന്വേഷണം അനുസരിച്ച് IRGC പറഞ്ഞത് അൺനോൺ ഏരിയൽ പ്രൊജക്ടൈൽ വഴി ആകാശത്തിൽ നിന്ന് വന്ന ഏതൊരു വസ്തു വഴിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് ഇറാന്റെ IRGC ഔദ്യോഗികമായി തന്നെ പറഞ്ഞു. അതിനുശേഷം അവർ ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പുവരുത്തി. അതും ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു മിസൈൽ സ്ട്രൈക്ക് പോലെയോ ഒരു ഡ്രോൺ സ്ട്രൈക്ക് പോലെ തോന്നുന്നില്ല. IRGC ഇത് പറഞ്ഞതിന് ശേഷം പാശ്ചാത്യ നാടുകൾ വീണ്ടും ഒരു കാര്യം പറഞ്ഞു, ഇല്ല, ഏരിയൽ സ്ട്രൈക്ക് ഒന്നും നടന്നിട്ടില്ല. ഇസ്രായേലിന്റെ വ്യോമസേനയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണമോ അവിടെ നടക്കാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല. ഇസ്രായേൽ അല്ലെങ്കിൽ ആരാണോ അത് ചെയ്തത് അവർ ഇറാന്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിലക്ക് വാങ്ങുകയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പൊട്ടിത്തെറിക്കാൻ ആവശ്യമായ ഒരു വസ്തു ആ മുറിയിൽ സെറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അയാൾ അകത്തേക്ക് വന്നു, അത് കൺഫേം ചെയ്യുകയും ആ വസ്തു പൊട്ടിത്തെറിക്കുകയും ചെയ്തുവെന്ന് പാശ്ചാത്യ നാടുകൾ BBC ആയാലും ന്യൂ ടൈംസ് എല്ലാവരും ഒരു കാര്യം പറഞ്ഞു. എന്നാൽ IRGC ഔദ്യോഗികമായി ഉറപ്പുവരുത്തിയില്ല ഇക്കാര്യം. അത് അവസാന വീഡിയോയിലും പറഞ്ഞിരുന്നു, IRGC ഇതുവരെയും ഉറപ്പുവരുത്തിയില്ല എന്ന്. എന്നാൽ ഇപ്പോൾ ഇവയെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയിൽ ഇറാന്റെ IRGC മറ്റൊരു കാര്യം പറഞ്ഞു. ഇതൊന്നും തന്നെയല്ല, ഒരു പ്രത്യേക ദൂരത്തിൽ നിന്നും വിഷ്വലി ഈ ബിൽഡിങ്ങിനെ നോക്കാൻ കഴിയുന്ന ആ ദൂരത്തിൽ നിന്ന് ഒരു റോക്കറ്റ് ആക്രമണം നടന്നു. ഷോൾഡർ മൗണ്ടഡ് റോക്കറ്റ് ആക്രമണം ആരോ ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ചില അധികാരികൾക്കും ഇതിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നു. അതിന്റെ വിവരം പുറത്തറിയിക്കുമെന്ന് ഒരു ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് നൽകി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറി. ഇത്രയും ദിവസം ഈ ഒരു പ്രശ്നത്തിനെ നമ്മൾ ഏത് രീതിയിലാണോ വീക്ഷിച്ചത് അതിനെ മുഴുവനും തച്ചുടയ്ക്കുന്ന രീതിയിലായിരുന്നു ഇത്. മാത്രമല്ല ഇതിൽ ആരെല്ലാം ബന്ധപ്പെട്ടിരിക്കും എന്നുള്ള ചില വിവരങ്ങളും IRGC പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇസ്രായേൽ മറ്റൊരു കാര്യം ചെയ്തു. ലബനനുള്ളിൽ ഒരു എയർ സ്ട്രൈക്ക്, സിറിയയ്ക്കുള്ളിൽ ഒരു ഡ്രോൺ ആക്രമണം, രണ്ടും ടാർഗറ്റഡ് കില്ലിംഗ് ആണ്. ഇതിൽ ഒന്നിൽ ഹിസ്ബുള്ളയുടെ ഗ്രൗണ്ട് ലെവൽ കമാൻഡർ മരിച്ചു. മറ്റൊരു ഭാഗത്ത് സിറിയയിൽ നടന്ന ആക്രമണത്തിൽ ആർക്കു വേണ്ടി ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. അമേരിക്കൻ നേവിയിലെ PA പൊസൈഡൻ എയർക്രാഫ്റ്റ് ലബനന്റെ ഭാഗത്തെ ചുറ്റി ഏകദേശം 3 തവണ സർവൈലൻസിൽ ഏർപ്പെട്ടു. ഇത് ഫ്ലൈറ്റ് റേഡാറിൽ നിന്നാണ് ഈ ഡേറ്റ എടുത്തത്. ഇത് നിങ്ങൾ നോക്കുക, ഈ ഒരു മാപ്പ് നോക്കുക, ആ ഫ്ലൈറ്റിന്റെ പാത്ത്. ലബനന്റെ കോസ്റ്റൽ സൈഡിൽ 3-4 തവണ വരെയും സർവൈലൻസ് ചെയ്തു. ഇപ്പോൾ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഈ ഭാഗത്ത് എങ്ങനെയുണ്ട്, എത്രത്തോളം അവർ ലബനനെ ചുറ്റി അവരുടെ സർവൈലൻസ് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ IRGCയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് അവസാനം കാണാം. അതിനു മുൻപ് മറ്റൊരുപാട് കാര്യങ്ങൾ പ്രധാനമായി നടന്നിട്ടുണ്ട്. അവ ഓരോന്നായി ആദ്യം അറിയാം. അടുത്തത് ഹിസ്ബുള്ളയ്ക്ക് നേരെ ലബനനിൽ ഇസ്രായേൽ ചില സ്ട്രൈക്കാണ്. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഔദ്യോഗിക അനൗൺസ്മെന്റ് നൽകി. അതിൽ പറഞ്ഞത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റീവ് ഗ്രൗണ്ട് കമാൻഡർ, അയാളുടെ പേര് അലി അബ്ദ് അലി. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്, ഇയാളെ എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ തിരയുന്നത്, ഇസ്രായേലിനെതിരെ ഇയാൾ എന്തൊക്കെ പ്രശ്നം ചെയ്തു എന്ന് ഒരു ലിസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഇത്രയും ദിവസം ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നല്ലോ ഇസ്രായേലിന്റെ നോർത്തേൺ ഭാഗങ്ങളിൽ. അതുകൂടാതെ ഇസ്രായേലിന്റെ ബേസസ്, പ്രധാനമായും ഹൈഫ പോർട്ട്, റമത്ത് എയർബേസ്, ഇവയെല്ലാം വിഷ്വലായി എടുത്തൊരു ഫൂട്ടേജ് റിലീസ് ചെയ്തു. ആ ഡ്രോൺ ഫൂട്ടേജ് എടുക്കാൻ കാരണമായ വ്യക്തിയും നോർത്തേൺ ഭാഗങ്ങളിൽ നടക്കുന്ന കൂടുതൽ ഡ്രോൺ ആക്രമണത്തിനും കാരണമായ വ്യക്തി ഈ അലിയാണ്. അയാളെ ഇന്നലെ ടയർ ഭാഗത്ത് വെച്ച് നടത്തിയ ഒരു ടാർഗറ്റഡ് കില്ലിംഗിൽ ഞങ്ങൾ കൊന്നു. അതിനുള്ള വീഡിയോ വിഷ്വൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുകയും ആ കില്ലിംഗ് നടന്നതിന്റെ വീഡിയോയും പബ്ലിഷ് ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതുപോലെ ഇസ്രായേലിനെതിരെ ആരെല്ലാമാണോ പ്രവർത്തിക്കുന്നത് അവരുടെ എല്ലാം കോർഡിനേറ്റ്സ് ഞങ്ങളുടെ പക്കലുണ്ട്. ആവശ്യം വന്നാൽ എല്ലാവരെയും ഞങ്ങൾ കൊല്ലും, ഒറ്റ ദിവസത്തിൽ കൊല്ലും. ഇസ്രായേലിന്റെ സമാധാനം നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥ, ഇതാണ് നിങ്ങളുടെ അവസാനമെന്ന് വളരെ സെൻസിറ്റീവായ ഒരു ഇൻഫർമേഷൻ പുറത്തുവിടാൻ തുടങ്ങി. ഇത് കൂടാതെ സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസിൽ നിന്ന് ബെയ്റൂട്ടിൽ വരുന്ന നാഷണൽ ഹൈവേ, അവിടെ ഒരു കാറിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 വ്യക്തികളിൽ കൂടുതൽ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഹെസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ചില ഒഫീഷ്യൽസ് മരിച്ചിരിക്കാമെന്നുള്ള വിവരവും പുറത്തുവന്നു. ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി എന്ന് പറഞ്ഞു, അതല്ലാതെ അതിൽ ആരുണ്ടായിരുന്നു, ആരതിൽ യാത്ര ചെയ്തു എന്നുള്ള വിവരമൊന്നും ഇസ്രായേൽ പുറത്തുവിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് ഞങ്ങൾ പറയും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ 2 സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനപ്പെട്ട 2 വ്യക്തികളെ കൊന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കൺഫേമായി, മറ്റൊന്ന് ഇസ്രായേൽ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇസ്രായേൽ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ, അതിൽ ഈ ഒക്ടോബർ 7-ാം തീയതി നടന്ന ആക്രമണം
അതിലൂടെ ഇതുവരെയും പുറത്തു വരാത്ത ഫൂട്ടേജസ്, വളരെ സെൻസിറ്റീവായ വളരെ ഡിസ്റ്റർബിംഗ് ആയ ഫൂട്ടേജസ് എല്ലാം ഓരോന്നായി ഇപ്പോൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഷെയർ ചെയ്യുന്നത് ഒരു വലിയ കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ട്വിറ്റർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഇസ്രായേലിന്റെ ഒഫീഷ്യൽ പേജ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അവസാനത്തെ ഒരാഴ്ചയ്ക്ക് മുൻപ് വരെയും അവരുടെ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള പ്രശ്നം ഇസ്രായേൽ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലായും അതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ വളരെ റെയറായി മാത്രമേ ചില പോസ്റ്റുകൾ ചെയ്യാറുള്ളൂ. ഒക്ടോബർ 7-ാം തീയതി ഇങ്ങനെ നടന്നു, ആരെങ്കിലും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് അതിനെ കാണിക്കുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകൾ ചെയ്യും. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം ഈ ഗ്രൗണ്ടിൽ കുട്ടികൾ മരിച്ചതിന് ഇസ്രായേൽ റിവെഞ്ച് എടുത്തതിന് ശേഷം അതിനെ സംബന്ധിക്കുന്ന വീഡിയോസ് എന്നത് പോസ്റ്റ് കൂടുതൽ വരാൻ തുടങ്ങി. ഇതുവഴി നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം. ഇസ്രായേൽ ഒരു കാര്യം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നുണ്ട്. ഒക്ടോബർ 7-ന് ഇങ്ങനെയെല്ലാം സംഭവിച്ചു, ഒക്ടോബർ 7-ന് ഇത്രയും സംഭവങ്ങൾ ഇസ്രായേലിനുള്ളിൽ ചെയ്തിട്ടുണ്ട്, ഇതിന് പകരം വീട്ടാൻ നമ്മൾ തയ്യാറാകണമെന്ന് മെന്റലി ഇസ്രായേലിലെ ജനങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകം മുഴുവനുമുള്ള ആളുകൾ ആർക്കൊക്കെയാണോ ഒക്ടോബർ 7-ാം തീയതിയുള്ള സംഭവത്തെക്കുറിച്ച് അറിയാത്തത് അവർക്കെല്ലാം ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും കാണിച്ച് ഫീഡ് ചെയ്യുകയാണ്. സത്യത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങൾ അത് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരാഴ്ചയ്ക്ക് മുൻപ് വരെയുള്ള പോസ്റ്റുകൾ എങ്ങനെയായിരുന്നു, ഈ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള പോസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന്. സൈക്കോളജിക്കലായി എല്ലാവരെയും ഇപ്പോൾ ഇസ്രായേൽ ഒരുമിച്ച് ചേർക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ അവർക്കായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇസ്രായേലിന്റെ ഭാഗത്ത് നടന്ന കാര്യങ്ങളാണ്. ഇപ്പൊ IRGCയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ സെൻസിറ്റീവായും അതേസമയം വളരെ വൈറലായും മാറിയത്. IRGC ഒഫീഷ്യലായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അവരുടെ സൈറ്റിൽ അവർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞതാണ്. ഇതിന്റെ ട്രാൻസ്ലേറ്റഡ് സ്ക്രീൻഷോട്ടാണ് ഇവിടെയുള്ളത്. വെസ്റ്റേൺ മീഡിയാസ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അമേരിക്കയിലെ മീഡിയാസ് പറഞ്ഞതുപോലെ ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് അകത്ത് വെച്ച് ആരും പൊട്ടിത്തെറിപ്പിച്ചിട്ടില്ല. എക്സ്പ്ലോസീവ് ഡിവൈസ് അകത്തേക്ക് പോകുന്ന രീതിയിൽ അവിടെ സെക്യൂരിറ്റി ബ്രേക്ക് നടന്നിട്ടില്ല. എന്നാൽ ഏത് സ്ഥലത്താണ് ഇറാൻ ഫെയിൽ ആയത്, എവിടെയാണ് ഇറാൻ പരാജയപ്പെട്ടത് എന്ന് പറയാം. ചില 100 മീറ്റർ ദൂരത്തിൽ നിന്ന് ഒരു വ്യക്തിയെ കണ്ട് റോക്കറ്റ് ചുമന്നുകൊണ്ടുവന്ന്, ഷോൾഡർ മൗണ്ടഡ് റോക്കറ്റ് ചുമന്നുകൊണ്ടുവന്ന് ഫയർ ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ടാണ് ഒരു റോക്കറ്റ് അയച്ച് ആക്രമണം നടത്തിയത്. ആ റോക്കറ്റ് കാരണമുണ്ടായ എക്സ്പ്ലോഷനാണ് അത്. ആ എക്സ്പ്ലോഷൻ കാരണം മുറിക്ക് പുറത്തും ചില നാശങ്ങൾ ഉണ്ടായി. മുറിക്കുള്ളിൽ ഒരുപാട് എക്സ്പ്ലോഷൻ ഡാമേജസ് ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹത്തിന്റെ ഗാർഡിന്റെ ജീവനും നഷ്ടമായി. ഇതിൽ പാശ്ചാത്യ നാടുകൾ പറയുന്നത് പോലെ അകത്ത് എക്സ്പ്ലോസീവ് പ്രൊഡക്റ്റ് ഉണ്ടായതിന്റെ അല്ലെങ്കിൽ ഒരുപാട് ദിവസമായി ഒരു വെടിമരുന്ന് വച്ചിരിക്കുകയും അതിനെ റിമോട്ട് കൺട്രോൾഡ് ഡിവൈസ് വഴി പൊട്ടിത്തെറിപ്പിച്ചതിനുള്ള യാതൊരു സംവിധാനവും അവിടെ നടന്നതായി അറിയുന്നില്ല. The Revolutionary Guard has released a statement on Hamas leader Ismail Haniyeh's assassination. They say Hamas chief Haniyeh was killed by firing a short-range projectile with a warhead of about 7 kgs, accompanied by a severe explosion from outside his room. ഇതുകൂടാതെ ഇസ്രായേലിന്റെ മൊസാദ് ഒരു വലിയ കാര്യം ചെയ്തു. അതിന് അമേരിക്കയുടെ സഹായവും ഉണ്ട് എന്നതിന്റെ പ്രൂഫ് ഞങ്ങളുടെ പക്കൽ ഓരോന്നായി ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയും പറഞ്ഞു, ഇതിനായി ഇറാന്റെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഫോഴ്സസിലെ ചില ആളുകളെ മൊസാദ് ഹയർ ചെയ്തു. അങ്ങനെ ആരെയൊക്കെ ഹയർ ചെയ്തു എന്നുള്ളതും അവർ പറഞ്ഞു. അൻസാർ അൽ മഹദി പ്രൊട്ടക്ഷൻ യൂണിറ്റ്, ഇവർ IRGC, ഇറാന്റെ ആർമി, അവർ വഴി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തികൾ വരികയാണെങ്കിൽ ആ വ്യക്തികൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ അവർക്കായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെക്യൂരിറ്റി നൽകുന്ന യൂണിറ്റ് ആണിത്. നേരിട്ട് ആർമിക്ക് കീഴിലുള്ളതാണ്. ആ യൂണിറ്റിലെ 2 വ്യക്തികളെ ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സസ്പെക്ട് അല്ല, ഞങ്ങൾ കൺഫേം ചെയ്തു അവർ മൊസാദിന് വേണ്ടി ജോലി ചെയ്തു എന്ന്. ആ ഒരു വിവരവും പുറത്തുവിട്ടു. ഈ സ്റ്റേറ്റ്മെന്റ് IRGC നൽകിയതിനു ശേഷം ഇത്രയും ദിവസം ഈ ഒരു ആക്രമണത്തെ എങ്ങനെയാണോ കണ്ടത് ആ വീക്ഷണം മുഴുവനായും മാറിയിട്ടുണ്ട്. ഇറാൻ എത്രത്തോളം ഇതിനെ വലുതാക്കി എന്ന് ചോദിച്ചാൽ, ഇതിനു മുൻപ് ഒരുപാട് സംഭവം ഇറാനിൽ നടന്നിട്ടുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട അണു ആയുധ ശാസ്ത്രജ്ഞന്മാർ മരിച്ചത്, ഇറാന്റെ കമാൻഡേഴ്സിനെ കൊന്നപ്പോൾ പോലും ഇറാൻ ഇത്ര വലിയ രീതിയിൽ പ്രതികരിച്ചോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഇപ്പോൾ ഇത്രത്തോളം പ്രതികരിക്കാനുള്ള കാരണം തന്നെ ഇറാനുള്ളിൽ ഒരു ആക്രമണം നടന്നു. അതും ഇറാന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ പൊളിറ്റിക്കൽ ഇമേജിനെ അത് ബാധിക്കും. ഇറാൻ ലോകം മുഴുവനും അവർക്കായിട്ട് ഒരു ഇമേജ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇറാൻ ഒരു ശക്തിയാർന്ന നാടാണ്, ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള എല്ലാ കഴിവുമുള്ള നാടാണെന്ന് ഇറാനുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജിനെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ആക്രമണം നടന്നത്. അതിനാൽ അത് ഇറാന്റെ ഇമേജിനെ ഡാമേജ് ചെയ്തു. അതിന് പ്രതികാരം ചെയ്യണം. കൂടാതെ ഇതിന് പുറകിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നതിന് വേണ്ടി ഇറാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു.
അദ്ദേഹം ഖത്തറിലുള്ളപ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ലോകം ഇത്രത്തോളം ഒന്നും പ്രതികരിക്കില്ലായിരുന്നു. എന്നാൽ ഖത്തറിൽ സുഖമായിരുന്ന ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ടുവരികയും ഇറാനിൽ വെച്ച് മരിക്കുകയും ചെയ്തപ്പോൾ അത് ഇറാന്റെ ഇമേജിനെ വീണ്ടും ഡാമേജ് ആക്കി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇറാനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നം വരാൻ തുടങ്ങി. കൂടാതെ ഇതിൽ മറ്റൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ സുന്നി ഷിയ എന്ന് അവർക്കിടയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനാൽ ഇറാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് ഒരു ഭാഗത്തെ ചിലർ അഭിപ്രായങ്ങൾ പറയുന്നു. ഈ സമയത്ത് ഗാസ, ഹമാസ്, ഇറാൻ ഇവർ പറയുന്നത് സുന്നി ഷിയ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല, മുസ്ലിംസ് എന്ന പേരിൽ ഞങ്ങൾ എല്ലാവരും ഒരുമയിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഈ ഐക്യം ഇസ്രായേലിനെതിരെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വരും കാലങ്ങളിൽ നിങ്ങൾ കാണുമെന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇവർ പറയുന്നു. ഇതിനെക്കുറിച്ച് ഹമാസ്, ഹെസ്ബുള്ള അവരുടെ അക്കൗണ്ട്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. IRGCയുടെ സ്റ്റേറ്റ്മെന്റ് ഈ സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സത്യത്തിൽ സെക്യൂരിറ്റി ഏജൻസിനെ മൊസാദ് വിലക്ക് വാങ്ങി അങ്ങനെ ചെയ്തെങ്കിൽ ഇറാൻ വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകണം. അതായത് ഇറാൻ ചിന്തിച്ചു പോലും നോക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് മൊസാദ് ആളുകളെ വിലക്ക് വാങ്ങിയിട്ടുണ്ടാകണം. ഇത് അവരുടെ അണുവായുധ ഉൽപാദനത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും IRGCയുടെ സ്റ്റേറ്റ്മെന്റ്, ഇസ്രായേലിന്റെ ഡബിൾ സ്ട്രൈക്ക്, ഒരേ സമയത്ത് 2 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി, ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.